ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യെസ്, നമ്മൾ തമ്പനയിൽ കണ്ടതാണ് ഷുഡ് ഹാവ്. പല ആളുകളും നമ്മളോട് കുഡ് ഹാവിനെ കുറിച്ചും ഷുഡ് ഹാവിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുഡ് ഹാവ് എന്നുള്ള ആ ഒരു രീതിയാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് ഹാവിനെ കുറിച്ചാണ്. എവിടെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, മലയാളത്തിൽ ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ്, അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീഡിയോ റീച്ച് ആവുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കൂടാതെ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഷുഡ് ഹാവ്. നമ്മൾ എവിടെയാണ് ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്? അതിനു മുമ്പ് അതിന്റെ ഒരു ഏകദേശം മീനിങ് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ചെയ്യണമായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു. മലയാളത്തിൽ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ചെയ്യണമായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാ? ഉദാഹരണത്തിന് ഞാൻ എന്നെ കുറിച്ച് പറയുകയാണ്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യം ഞാനത് ചെയ്യാൻ പറ്റിയില്ല. അതൊരു റിഗ്രഷനോട് കൂടിയിട്ട് നമ്മൾ മറ്റൊരാളോട് പറയുകയാണെങ്കിൽ അവിടെ ഞാൻ ചെയ്യണമായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെയല്ലേ നമ്മൾ പറയാ. ഇതുപോലെയാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നെ വിളിക്കണമായിരുന്നു, നീ വിളിച്ചില്ല. നിനക്ക് വിളിക്കായിരുന്നല്ലോ, നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നെ വിളിക്കണമായിരുന്നു എന്ന് പറയാണ്. ഈ വിളിക്കണമായിരുന്നു അല്ലെങ്കിൽ നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നെ വിളിക്കേണ്ടതായിരുന്നു, നീ വിളിച്ചില്ല, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് ഷുഡ് ഹാവ് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റുന്നതാണ്. മറ്റു പല രീതിയിലും നമുക്കിത് പറയാം, പക്ഷെ ഒന്നുകൂടെ ആപ്റ്റായ ഒരു രീതി എന്ന് പറയുന്നത് ഷുഡ് ഹാവ് ആണ്. ഇപ്പൊ ഇങ്ങനെ പറയാണ്, ജെയിംസ് ഈ സമയത്തിനകം എത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ എത്തണമായിരുന്നു, പക്ഷെ അവൻ എത്തിയില്ല. ജെയിംസ് ഈ സമയത്തിനകം എത്തണമായിരുന്നു, പക്ഷെ അവൻ എത്തിയില്ല. അവനിത് നേരത്തെ പറയണമായിരുന്നു, അവൻ പറഞ്ഞില്ല. അവനിത് നേരത്തെ പറയണമായിരുന്നു, ഈ സമയത്താണ് വന്ന് പറയുന്നത്, അവനിത് നേരത്തെ പറയണമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാണ്, നമ്മൾ 6 മണിക്ക് ഇവിടെ എത്തേണ്ടതായിരുന്നു, ഇപ്പൊ സമയം ഒരുപാട് ലേറ്റ് ആയി പോയി. നമ്മൾ 6 മണിക്ക് ഇവിടെ എത്തണമായിരുന്നു അല്ലെങ്കിൽ എത്തേണ്ടതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ ഈ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നെ വിളിക്കണമായിരുന്നു, യു ഷുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ യു അറൈവ്ഡ്. നീ എന്നെ വിളിക്കണമായിരുന്നു ബിഫോർ യു റീച്ച് ഹിയർ, നീ ഇവിടെ എത്തുന്നതിന് മുമ്പ്. ബിഫോർ യു അറൈവ്ഡ്, നീ ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ്. എങ്ങനെയാണെന്നോടെ പറയാം, യു ഷുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ യു റീച്ച്ഡ് ഹിയർ, നീ ഇവിടെ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ബിഫോർ യു അറൈവ്ഡ് ഹിയർ, നീ ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നെ വിളിക്കണമായിരുന്നു. ബട്ട് യു ഡിഡ്ന്റ്, പക്ഷെ നീ അത് ചെയ്തില്ല, അത് നിന്റെ മോശമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ജെയിംസ് ഷുഡ് ഹാവ് അറൈവ്ഡ് ബൈ നൗ. ജെയിംസ് ഇതിനോടകം എത്തേണ്ടതായിരുന്നു, ബട്ട് ഹി ഹാസന്റ്, പക്ഷെ അവൻ വന്നിട്ടില്ല. ജെയിംസ് ഷുഡ് ഹാവ് റീച്ച്ഡ് ബൈ നൗ, അവൻ ഈ സമയത്തിനകം എത്തണമായിരുന്നു അല്ലെങ്കിൽ എത്തേണ്ടതായിരുന്നു, ബട്ട് ഹി ഹാസന്റ്, പക്ഷെ അവൻ വന്നിട്ടില്ല, അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്തു പറ്റിയോ എന്തോ. ജെയിംസ് ഷുഡ് ഹാവ് റീച്ച്ഡ് ബൈ നൗ. ഇങ്ങനെ പറയാം, അവിടെയും ഷുഡ് ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവനിത് നേരത്തെ പറയണമായിരുന്നു, ഇപ്പോഴാണോ പറയുന്നത്? അവനിത് നേരത്തെ പറയണമായിരുന്നു. എങ്ങനെയാ പറയാ? ഹി ഷുഡ് ഹാവ് ടോൾഡ് ദിസ് ബിഫോർ. അവനിത് മുന്നേ പറയണമായിരുന്നു, അവനിത് നേരത്തെ പറയണമായിരുന്നു. ഹി ഷുഡ് ഹാവ് ടോൾഡ് ദിസ് ബിഫോർ, അവനിത് മുമ്പേ പറയണമായിരുന്നു. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം, ഇതല്ല അതിന് പറ്റിയ സമയം. ഹി ഷുഡ് ഹാവ് ടോൾഡ് ദിസ് ബിഫോർ, അവനിത് മുമ്പേ പറയണമായിരുന്നു. ഇനി നമ്മുടെ അവസാനത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളിവിടെ 6 മണിക്ക് എത്തണമായിരുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ 6 മണിക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷെ എത്തിയില്ല. നമ്മളിവിടെ 6 മണിക്ക് എത്തേണ്ടതായിരുന്നു, ലേറ്റ് ആയി പോയി. വി ഷുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ അറ്റ് 6 o'clock. 6 മണിക്ക് നമ്മളിവിടെ എത്തണമായിരുന്നു, അല്ലെങ്കിൽ 6 മണിക്ക് നമ്മളിവിടെ എത്തേണ്ടതായിരുന്നു. വി ഷുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ബൈ 6 o'clock. 6 മണിക്ക്
ബൈ എന്ന് പറയുമ്പോൾ അതിനകന്നാണ്, അറ്റ് എന്ന് പറയുമ്പോൾ ആ കൃത്യസമയത്ത് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, വി ഷുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ അറ്റ് 6 o'clock. നമ്മൾ 6 മണിക്ക് ഇവിടെ എത്തണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരുപാട് എക്സാമ്പിളുകളൊന്നും പറഞ്ഞിട്ടില്ല, ഒരു 3-4 എക്സാമ്പിളുകളെ പറഞ്ഞിട്ടുള്ളൂ. അത് മതിയാകും. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക, സംസാരിച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.